നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ദാമ്പത്യം തകർക്കുന്ന വില്ലന്മാരെ കുറിച്ചാണ്. സന്തോഷവും ദുഃഖവും സുഖവും പ്രയാസങ്ങളും പ്രതീക്ഷയും പ്രത്യാശയും ഒന്നുമില്ലാത്ത ജീവിതങ്ങളില്ല. എല്ലാം മാറിയും മറിഞ്ഞും വരും. ഇണക്കങ്ങളും പിണക്കങ്ങളുമൊക്കെയാണ് ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ചില പിണക്കങ്ങളും വഴക്കുകളുമൊക്കെ കൈവിട്ടു പോകുന്നതും സാധാരണമാണ്. ചില പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും അത് ദാമ്പത്യം തകരുന്നതിന് വളരെ വലിയ കാരണമാവുകയും ചെയ്യും. അതിനാൽ ദാമ്പത്യത്തിലെ വില്ലന്മാരെ കണ്ടെത്തി തൂക്കി പുറത്തെറിയണം. പരിഹരിച്ചില്ലെങ്കിൽ ദാമ്പത്യത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന 8 വില്ലന്മാരെ കുറിച്ച് ഞാനിവിടെ പറയാൻ പോകുകയാണ്. അതിലൊന്നാമത്തെ കാര്യമാണ് തുല്യതയില്ലാത്ത ചുമതലകൾ. ദാമ്പത്യത്തിൽ പങ്കാളികൾക്ക് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഉണ്ട്. എന്നാൽ ഈ ചുമതലകൾ ഏറ്റെടുക്കുന്നത് തുല്യമായിട്ടായിരിക്കില്ല. കാലം മാറിയതോടെ തുല്യതയ്ക്ക് ദാമ്പത്യത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. അതിനാൽ ഉത്തരവാദിത്തങ്ങളിലും തുല്യത ആവശ്യമാണ്. അല്ലാത്തപക്ഷം ദാമ്പത്യത്തിൽ കല്ലുകടി തുടങ്ങും. വൈകാതെ പൊരിഞ്ഞ അടിയിൽ കലാശിക്കുകയും ചെയ്യും. ചുമതലകൾ ഏറ്റെടുത്ത് പരസ്പര ബഹുമാനത്തോടെ ചെയ്യണം. ഒരാൾ മാത്രം എല്ലാം ചുമക്കേണ്ട അവസ്ഥ ഉണ്ടാകരുത്. രണ്ടാമത്തെ കാര്യമാണ് വീട്ടുജോലികൾ ഒറ്റയ്ക്ക് ചെയ്യുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ അടുത്ത മറ്റൊരു വലിയ വെല്ലുവിളിയാണ് വീട്ടുജോലികൾ. വീട്ടുജോലി സ്ത്രീകളുടെ ഉത്തരവാദിത്തവും പണം സമ്പാദിക്കൽ പുരുഷന്മാരുടെ ചുമതലയുമായി കരുതിയിരുന്ന കാലം മാറി. ജോലിയില്ലാത്ത സ്ത്രീകൾ കുറഞ്ഞു വരികയാണ്. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ വീട്ടുജോലികൾ പങ്കിട്ടു ചെയ്യേണ്ടതാണ്. അത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ദാമ്പത്യത്തിലെ ഒരു പ്രധാന വില്ലനായി ഇത് മാറും. മൂന്നാമത്തെ കാര്യം, ദാമ്പത്യത്തിലെ പ്രധാന വില്ലൻ സമൂഹ മാധ്യമങ്ങളാണ്. അതിവേഗമായിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ സ്വാധീനം വളർന്നത്. അതോടെ ദാമ്പത്യത്തിലും കക്ഷി ഇടപെട്ടു തുടങ്ങി. പങ്കാളി സമൂഹ മാധ്യമത്തിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നതിൻ്റെ പേരിലുണ്ടായ വിവാഹമോചനം വാർത്തകളിൽ ഇടം നേടിയിരുന്നു. തനിക്കൊപ്പം ചെലവിടാനോ സംസാരിക്കാനോ സമയം കണ്ടെത്താതെ സമൂഹ മാധ്യമങ്ങളിൽ ഒതുങ്ങുന്ന പങ്കാളി ദാമ്പത്യത്തിൽ വിള്ളൽ വീഴ്ത്തും. അതിനാൽ ശ്രദ്ധയോടെ ഈ വില്ലനെ നിയന്ത്രിച്ച് നിർത്തണം. നാലാമത്തെ കാര്യമാണ് സാമ്പത്തിക ഏകാധിപത്യം. സാമ്പത്തിക പ്രശ്നങ്ങളില്ലാത്തവരില്ല. പണം ദാമ്പത്യത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ നിരവധിയാണ്. വരുമാനം ഒരാൾ മാത്രം ചെലവഴിക്കുന്നതും സാമ്പത്തിക സ്വാതന്ത്ര്യമില്ലാത്തതുമെല്ലാം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. അതിനാൽ പരസ്പരം ചർച്ച ചെയ്തും തുല്യതയോടും സ്വാതന്ത്ര്യത്തോടും കൂടി പെരുമാറാൻ സാധിക്കണം. അഞ്ചാമത്തെ കാര്യമാണ് ജോലിയോടുള്ള അമിത ആസക്തി. പങ്കാളിയോട് സംസാരിക്കാനോ കുടുംബത്തിനൊപ്പം ചെലവഴിക്കാനോ സമയം കണ്ടെത്താതെ ചിലർ ജോലിയിൽ മുഴുകും. കരിയറിൻ്റെ വളർച്ച മാത്രമായിരിക്കും സ്വപ്നം. ഇതോടെ ദാമ്പത്യം താളം തെറ്റും. അതിനാൽ ജോലിയും ജീവിതവും സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കണം. ആറാമത്തെ കാര്യമാണ് ലഹരി. പങ്കാളിയുടെ ലഹരി ഉപയോഗമാണ് മറ്റൊരു വില്ലൻ. ലഹരി പതിവാകുന്നതോ അധികമാകുന്നതോ തീർച്ചയായും ദാമ്പത്യത്തിലെ സന്തോഷത്തെ ബാധിക്കും. കലഹങ്ങൾ പതിവാകും. ശാരീരികമായ അതിക്രമങ്ങളിലേക്ക് വരെ നയിക്കാം. അതുകൊണ്ട് ജീവിതം ഒരു ലഹരിയാക്കി മുന്നോട്ടു പോകാം. ഏഴാമത്തെ കാര്യമാണ് ലൈംഗികത. ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗികതയ്ക്കുള്ള സ്ഥാനം ചെറുതല്ല. ഒരാൾക്ക് താല്പര്യവും മറ്റൊരാൾക്ക് താല്പര്യം ഇല്ലാതെയും വരുമ്പോഴാണ് ലൈംഗികത ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നമാകുന്നത്. ഊതിപ്പെരുപ്പിച്ച പൊതുബോധങ്ങളും കാൽപ്പനിക സങ്കല്പങ്ങളും ഇതോടൊപ്പം വിനയായി മാറുന്നു. പരസ്പര ധാരണയാണ് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. എട്ടാമത്തെ കാര്യമാണ് കുട്ടികൾ ഒരാളുടേതല്ല. കുട്ടികളെ നോക്കുന്നതിലും കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും വീഴ്ച സംഭവിക്കുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. മക്കളെ വളർത്തൽ
അമ്മമാരുടെ കടമയാണെന്ന ചിന്ത ഇന്നും നിലനിൽക്കുന്നു. വലിയ തർക്കങ്ങൾ ഉണ്ടാകാനും കുടുംബബദ്ധത്തിലാകെ അശാന്തി പടരാനും ഇത് കാരണമാകാം. കൂട്ടായ ഉത്തരവാദിത്വത്തോടെ മക്കളെ മനസ്സിലാക്കി മുന്നോട്ടു പോകാം.